ഈ അധമ ഭരണത്തെ ആട്ടിച്ച് തറ പറ്റിക്കേണ്ടത് അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പഞ്ചായത്ത് വാർഡിലെ തെരഞ്ഞെടുപ്പാണെന്ന് ഒതുക്കിക്കളയരുത്. ഇത് വളരെ പ്രസക്തമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇതൊരു സൂചനയല്ല, ഇത് കഠിനമായ ഒരു ശിക്ഷയായിട്ടാണ് മറ്റ് രണ്ട് രാഷ്ട്രീയ കക്ഷികൾക്കും നിങ്ങൾ നൽകേണ്ടത്. കഠിന ശിക്ഷയായിരിക്കണം നിങ്ങളുടെ തീരുമാനമെന്ന് പറയുന്നത്. അത് ഏറ്റവും വലിയ അനുഗ്രഹമായി തീരണം കുഞ്ഞനുജത്തി രജനിക്കും എന്ന് ഞാൻ വളരെ വ്യക്തിപരമായും രാഷ്ട്രീയപരമായും രാഷ്ട്രപരമായും ഞാൻ മനസ്സിലാക്കി നിങ്ങളോട് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. വിജയമല്ല, വമ്പിച്ച ഭൂരിപക്ഷത്തോടെയുള്ള ഇതിന് മുമ്പുണ്ടായിരുന്ന ഭൂരിപക്ഷത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഭൂരിപക്ഷം നൽകി അനുഗ്രഹിക്കണം രജനിയുടെ മുമ്പോട്ടുള്ള കഷ്ടിച്ചിനി ഏതാണ്ട് 1 വർഷവും 8 മാസവുമാണ് ബാക്കിയുള്ള, അല്ലേ? 2025 നവംബർ ഡിസംബർ മാസത്തിലാണ് ഇനി നമുക്ക് ലോക്കൽ ബോഡി ഇലക്ഷൻസ് വരുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ ഒരു ശുഷ്കിച്ച സമയം കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്രയും കാലം കാണാത്ത ഈ വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഔന്നത്യം പ്രദർശിപ്പിക്കുവാൻ രജനിക്ക് സാധിക്കും. രജനിക്ക് ആ ദിശയിലേക്ക് വേണ്ടതായ പിന്തുണ ഇന്ന് രാജ്യസഭയിലിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏത് ദേശത്തും സംസ്ഥാനങ്ങളുടെ അതിർവരമ്പുകൾ ഇല്ലാത്ത പ്രവർത്തനം ഫണ്ടുകളിലൂടെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന MP-മാർ നമുക്ക് ഏതാണ്ട് 6 പേരിപ്പോൾ ഉണ്ട്. ആ 6 പേരെ കൊണ്ട് എന്തെങ്കിലും ചെറിയ തോതിൽ ഒരു ഹൈമാസ്റ്റോ, ഒരു മിനിമാസ്റ്റോ, ഒരു റോഡ് മുഴുവൻ ഒന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് അപകടം വരുത്തി വെക്കുന്ന ഇരുട്ടിന് അകറ്റാനും ഒക്കെയുള്ള സഹായത്തിന്റെ രീതിയിൽ പരമാവധി ഞാനും രജനിയെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി അവരുടെ ഇവിടുത്തെ ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്കുള്ള പ്രവർത്തനത്തിന് കൈത്താങ്ങായിരിക്കും, മനത്താങ്ങായിരിക്കും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ വാർഡിലെ മുഴുവൻ വോട്ടും എതിർ സ്ഥാനാർത്ഥികളുടെ പോലും വോട്ട് രജനിക്ക് കിട്ടണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത് സാധ്യമല്ലെന്ന് എനിക്കറിയാം.